ലീഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹർഷ ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. അതായത് ലീഗ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, CS സെൻട്രൽ ലീഗിൻ്റെ ഓഫീസിനകത്ത് അവരുടെ രാഷ്ട്രീയം അവർ ഊരി വെച്ചിരിക്കുകയാണെന്ന്, ഒരു മുറിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണല്ലോ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോയത്. ഇന്നിപ്പോൾ ലീഗിൻ്റെ ഓഫീസ് ചുമതല, CS സെൻട്രലിൻ്റെ ചുമതലയുള്ള ലീഗിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് പോയിട്ട് ആ വാതിലും തുറന്നു നോക്കണം. അതിനകത്ത് രാഷ്ട്രീയം അവിടെ ഉണ്ടെങ്കിൽ, ഭദ്രമായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു താക്കോൽ കൂടെ വാങ്ങിച്ചിട്ട് ശക്തമായിട്ട് പൂട്ടി വെക്കണം. ഇല്ലെങ്കിൽ VD സതീശൻ്റെ വാർത്താ സമ്മേളനം കണ്ട ലീഗിൻ്റെ രാഷ്ട്രീയം ഈ CS സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് നടന്ന അറബിക്കടലാണ്. ഇത് KM ഷാജിയുടെ ലോകപ്രസിദ്ധ അറബിക്കടൽ. അവിടേക്ക് പോയിട്ട് അറബിക്കടലിൽ ചാടി ആത്മഹത്യ ചെയ്യും ലീഗിൻ്റെ രാഷ്ട്രീയം. കാരണം അമ്മാതിരി കാര്യമല്ലേ VD സതീശൻ പറഞ്ഞത്. ഇത് മാത്രം നോക്കൂ ഹർഷ, അതായത് നിങ്ങൾ നോക്കൂ, ഇടത് സർക്കാരിലെ ചെയ്തത് 2 അമുസ്ലിം അംഗങ്ങളെ പിന്നീട് നിയമിക്കാം എന്ന് പറഞ്ഞ് ഇവർ കോടതിയോട് പറഞ്ഞിരിക്കുകയല്ലേ എന്ന അതിനെ ഫാക്ച്വൽ എറർ എന്നാണല്ലോ ഹർഷം പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഈ നമ്മളെങ്ങനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി നുണ എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അസത്യം, അർദ്ധസത്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഫാക്ച്വൽ എറർ എന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതായത് ആ കഴിഞ്ഞ സർക്കാർ ഒരിടത്ത് പോലും 2 അമുസ്ലിം അംഗങ്ങളെ, മുസ്ലിമേതര അംഗങ്ങളെ എന്ന് പറഞ്ഞിട്ടേ ഇല്ല. 2 അംഗങ്ങളെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? വഖഫ് ബോർഡിൽ 11 അംഗങ്ങളാണ് ആകെ. അതിനകത്ത് 11 അംഗങ്ങളിൽ 2 പേർ അമുസ്ലിം അംഗങ്ങളായിരിക്കണം. അമുസ്ലിമും ഷിയ മുസ്ലിങ്ങളിൽപ്പെട്ട 2 അംഗങ്ങളാണ് വേണ്ടത് എന്ന കാര്യം ഈ പുതിയ വന്നിരിക്കുന്ന കേന്ദ്ര നിയമത്താൽ നിബന്ധിതമാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ലോ ഓഫ് ദ ലാൻഡ് എന്ന് വെച്ചാൽ 11 വഖഫ് ബോർഡ് അംഗങ്ങളിൽ 2 പേര് അമുസ്ലിം അംഗങ്ങളായിരിക്കണം എന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലനിൽക്കുന്ന നിയമത്തിനനുസരിച്ചാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തേ പറ്റൂ. അതിനെ മറികടക്കാൻ ഈ സർക്കാർ, ഇടതുപക്ഷ സർക്കാരിന്, പിണറായി സർക്കാരിന് ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്താ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്തത്? വഖഫ് ബോർഡ് എന്നുള്ളത് നിശ്ചയമായിട്ടും മുസ്ലിം വിശ്വാസികളുടെ മാത്രം കാര്യമാണ്. മുസ്ലിം വിശ്വാസികളുടെ കാര്യത്തിനകത്ത് ഇതര മതസ്ഥർ ഉണ്ടാകാൻ പാടില്ല എന്ന രാഷ്ട്രീയ നിലപാട്, ശരിയായ രാഷ്ട്രീയ നിലപാട് ഇടതുപക്ഷത്തിനുണ്ട്. മുസ്ലിം ലീഗിനുണ്ടായിരുന്നു, കോൺഗ്രസിനുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ആ നിലപാട് സ്ഥാപിക്കണമെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഒരു വഖഫ് ബോർഡ് രൂപീകരിക്കുമ്പോൾ ഇവർ പറഞ്ഞ പോലെ ഒരു അമുസ്ലിം അംഗത്തെ അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ നിയമം മൂലം നിബന്ധിക്കപ്പെടുന്ന എന്താണ്? അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് രൂപീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ മറികടക്കാൻ എന്താണ് ഇടത് സർക്കാർ ചെയ്തത്? 2 സീറ്റ് ഒഴിച്ചിട്ട് ഇതിനെതിരെ നിയമ നടപടികളിലേക്ക് പോയി. എന്നിട്ട് അത് പരിഹരിച്ച് വന്നിട്ട് മുസ്ലിം അംഗങ്ങളെ തന്നെ ചേർക്കാം എന്ന നിലപാട് അവർക്കുണ്ട്. അപ്പോൾ 2 അംഗങ്ങൾക്ക് ഉള്ള നിയമനം ഞങ്ങൾ ഇപ്പോൾ നടന്നില്ല എന്ന് പറയും. 2 അംഗങ്ങൾ അതിസാമർത്ഥ്യത്തിൻ്റെ അയ്യരുകളിയുമായിട്ട് വന്ന VD സതീശൻ 2 അമുസ്ലിം അംഗങ്ങൾ എന്നങ്ങ് ചേർത്തു. എന്നുവെച്ചാൽ അശ്വത്ഥാമാവെന്ന ആനയെ തല്ലിക്കൊതിട്ട് ഇദ്ദേഹം പറയുന്നത് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയും. അപ്പോൾ പതുക്കെ പറയും അശ്വത്ഥാമാവെന്ന ആന. പുസ്തകമൊക്കെ വായിച്ച് നല്ല അറിവുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ മഹാഭാരത രാമായണ അതികളിലൊക്കെ അദ്ദേഹം വളരെ നിഷ്ണാതനായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇതിനൊന്നും വലിയ പ്രശ്നമില്ല. അശ്വത്ഥാമാവിനെ കൊല്ലുക എന്നുള്ള നല്ലൊരു മനുഷ്യനാണ് അവിടെ കൊന്നിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളം എന്നല്ല, ഫാക്ച്വൽ എറർ പറയുക എന്നുള്ളത് തെറ്റില്ല എന്ന് കണക്കാക്കിയിട്ട് ഇദ്ദേഹം പറയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുട്ടികളിരിക്കുന്ന നാട്ടിലെ പറയുന്ന, ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളിലെ പറയുന്നത്, പറയണോ? അത് പറയണോ? അങ്ങനെ പറയേണ്ടതുണ്ടോ? അപ്പോൾ വസ്തുതാപരമല്ലാത്ത കാര്യം, ഈ പറയുന്ന അർദ്ധസത്യം എന്ന് പോലും വിളിക്കാനാകാത്ത ഫാക്ച്വൽ എറർ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അമുസ്ലിം അംഗങ്ങൾ എന്ന്, അമുസ്ലിം അംഗങ്ങളെ ചേർത്തുകൊള്ളാം എന്ന് ഇടത് സർക്കാർ പറഞ്ഞിരിക്കുന്നു. അംഗങ്ങളെ ചേർത്തുകൊള്ളാം, നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞതിനെ അമുസ്ലിം എന്ന് കൂടെ അദ്ദേഹത്തിൻ്റെതായിട്ട് എഴുതിയിട്ട് അവിടെ വെച്ചു. ഞാൻ ചോദിക്കുന്നത് PMC വിഷയത്തിൽ ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു. ഇടത് സർക്കാർ മരവിപ്പിച്ചു PMC ഒപ്പിടൽ, PMC നടപ്പാക്കുന്ന മരവിപ്പിച്ചു എന്ന് VD സതീശൻ തന്നെ പറയുന്നു. അപ്പോൾ നമ്മൾ ജനം ചോദിക്കും, സാർ VD സതീശൻ സാർ, എന്നാൽ അങ്ങയുടെ സർക്കാരിന് മരവിപ്പിക്കുകയെങ്കിലും ചെയ്തുകൂടെ? അത് ചെയ്യില്ല. 2 അംഗങ്ങളെ മാറ്റിവെച്ചിട്ട് വഖഫ് ബോർഡ് രൂപീകരണം നടത്താം എന്നാണല്ലോ ഇതിനർത്ഥം. ഇടത് സർക്കാർ ചെയ്തത് ഈ പ്രശ്നത്തെ മറികടക്കാനായിട്ട് 2 അംഗങ്ങളുടെ കാര്യം മാറ്റിവെച്ചിട്ട് അത് പിന്നീട് നിയമിച്ചുകൊള്ളുന്ന സ്റ്റാൻഡ് എടുത്തിട്ട് വഖഫ് ബോർഡിലെ 9 അംഗങ്ങളെ നിയമിച്ചാൽ വഖഫ് ബോർഡായി, 7 പേർ ചേർന്നാൽ കോറമായി, ഇവർക്കത് നടത്താം, നിയമപരമായിട്ട് പ്രശ്നങ്ങളില്ല. ഈ കാര്യം ഈ സർക്കാരിന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോഴാണ്, എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് സനീഷ് എന്ന പ്രവാചകന് വീണ്ടും പ്രവചിക്കാൻ പറ്റുന്നത്. PMC ഉറപ്പായിട്ടും VD സതീശൻ സർക്കാർ നടപ്പാക്കും എന്ന് ഞാൻ പ്രവചിച്ചു. പിന്നെ ഈ കാര്യത്തിൽ ഞാൻ പ്രവചിക്കട്ടെ, അതായത് ഇത് ഉറപ്പായിട്ടും ഹർഷ, ഈ പറയുന്ന വഖഫ് ബോർഡിൽ മുസ്ലിമേതര സമുദായത്തിലുള്ള ആളുകൾ കേരളത്തിൽ വരും. VD സതീശൻ സർക്കാർ അത് നടപ്പാക്കും. മുസ്ലിം ലീഗ് അതിന് അരുനിൽക്കും. VD സതീശൻ ഇന്നത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇടത് സർക്കാർ ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യുകയാണ് എന്ന് സിമ്പിളായിട്ട് പറയുകയാണ് ചെയ്തത്. നമ്മളെപ്പോഴും, ഞാൻ ഇന്നലെ ഹർഷം പറഞ്ഞല്ലോ, നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആരോ ഒരാൾ ഈ ജയന്തി രാജൻ ഈ അമുസ്ലിം അംഗമായിട്ട് അതിനകത്ത് വരുമെന്ന് പറഞ്ഞ് എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. പല ഫീഡിങ്ങിന് നോക്കുമ്പോഴാണ് അത് അവരുടെ ഫോട്ടോ വെച്ച് ഞാൻ കണ്ടത്. ഇപ്പോൾ ഹർഷം പറഞ്ഞതിന് ശേഷം ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് ആളെ മനസ്സിലായി. നമ്മുടെ സുഹൃത്തായിട്ടുള്ള നല്ല കൊള്ളാവുന്ന നല്ല രാഷ്ട്രീയ ശേഷിയുള്ളൊരു മാധ്യമപ്രവർത്തകനാണ് അത് എഴുതിയത്. എനിക്ക് മാധ്യമപ്രവർത്തകരിൽ നമ്മളെ ജോലി ചെയ്യുന്ന ആളുകളുടെ അഭിമാനം കൂടി അദ്ദേഹം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞു. ഇതവർ ചെയ്യാൻ പോവുകയാണ്.
ഇതവർ ചെയ്യാൻ പോവുകയാണ്. അത് മാറില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അവിടേക്ക് ആരാണ് വരേണ്ടത് എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചു കഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലീഗ് അവരുടെ രാഷ്ട്രീയത്തെ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ റൂമിൻ്റെ മുറി ഒരു താക്കോൽ കൂടെ ഇട്ട് പൂട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയം അറബിക്കടലിലേക്ക് പോകും എന്ന് അവർ മനസ്സിലാക്കണം. അവരുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം, അവരുടെ അംഗങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇത് ചെറിയ കളിയല്ല, ഇത് നടപ്പാക്കാൻ വി.ഡി. സതീശൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, അവരുടെ മന്ത്രിമാരെല്ലാം അതിന് തയ്യാറാണ്. ആരെ ആ പദവി കൊടുക്കണം? ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ചാണ് കൂത്തുപറമ്പിൽ എൻ്റെ മണ്ഡലത്തിൽ മത്സരിച്ച പരാജയപ്പെട്ടു പോയ അവർക്ക് ആ സീറ്റ് അവിടെ കിട്ടും. വഖഫ് ബോർഡിൽ നമ്മൾ കാണും. PMC മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഒപ്പിടുകയും മറ്റും ചെയ്യുന്നത് പോലെ ഈ കാര്യം മുസ്ലിം ലീഗ് നടപ്പാക്കും. മുസ്ലിം ലീഗ് അടുത്ത് നിൽക്കും. പിന്നെ സതീശൻ സർക്കാർ നടപ്പാക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ആ പ്രവചനമാണ് അതിൻ്റെ കാര്യം.